ശ്രീനാരായണ പരമഗുരവേ നമഃ. ഹംസാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിഭും ശാശ്വതം. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഗുരു പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ 24 കഴിഞ്ഞത്. നമ്മൾക്ക് എല്ലാ മന്ത്രങ്ങളും പരബ്രഹ്മത്തിൻ്റെ പര്യായ പദങ്ങളാണ്, ആശയമാണ് അതിനകത്ത് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി 25ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഓം സർവജ്ഞായ നമഃ. എല്ലാത്തിനെയും അറിയുന്നവൻ, സർവജ്ഞൻ. അപ്പോൾ എല്ലാത്തിനെയും അറിയുന്നവൻ പരമ്പൊരുളാണ്. നമ്മൾ ആദിശങ്കരാചാര്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സർവജ്ഞപീഠം കയറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും അറിയുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മോപദേശ ശതകത്തിൽ നമ്മളത് പഠിക്കുകയുണ്ടായി. അതുപോലെ ആ സന്ദർഭത്തിൽ ഛാന്തോക്യ ഉപനിഷത്തിൽ ഉദ്വാലക മഹർഷി മകനായ ശ്വേതകേതുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതായിരുന്നു: മകനെ, ഏതൊന്നിനെക്കുറിച്ച് അറിഞ്ഞാലാണ് എല്ലാം അറിയപ്പെട്ടതായി തീരുന്നത്? സർവജ്ഞത്വം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സാരം അഥവാ അവനവനെ കുറിച്ചുള്ള അറിവ്, ഒരു കഷ്ണം സ്വർണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏത് സ്വർണത്തെയും നമുക്ക് അറിയുവാനായിട്ട് വേറൊരു അറിവിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഇവിടെ എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ ഓരോന്നോരോന്ന് തിരിച്ചുള്ള അറിവിനെക്കുറിച്ചല്ല. ഒരുപക്ഷെ നമ്മളുടെ യുക്തിവാദികൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഗുരുവിന് കമ്പ്യൂട്ടർ ജ്ഞാനം ഉണ്ടായിരുന്നോ എന്ന് വേണ്ടി ചോദിക്കാം. ആ രീതിയിലുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് അന്ന് ഗുരു പ്രവചിച്ചിരുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യയും പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ. ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അറിവാണ്, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അറിവ്. ഇതിനോടൊപ്പം തന്നെ ഒരു അതീന്ദ്രിയ ജ്ഞാനവും കൂടി ഇങ്ങനെയുള്ള മഹർഷിമാർക്ക് ഉണ്ടാകാറുണ്ട്.
പ്രത്യേകിച്ച് മനസ്സ് വായിക്കുക. മനസ്സ് വായിക്കുക എന്നുള്ളത് ചെറിയൊരു സിദ്ധി മാത്രമാണ്. പക്ഷേ സർവജ്ഞത്വം എന്ന് നമ്മളതിൻ്റെ വിശാല രീതിയിൽ പറയുമ്പോൾ ഏത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലിരുന്നാലും അവൻ്റെയും മനസ്സറിയുവാൻ, അല്ലെങ്കിൽ എത്ര ശക്തമായിട്ടുള്ള പ്രാർത്ഥനയാണോ ഉണ്ടാകുന്നത് അവിടെയും അവരെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്ന ഋഷീശ്വരന്മാരാണ് ഗുരുവിനെ പോലെയുള്ളവർ. അത് നമ്മളുടെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഗുരു സശരീരനായിരുന്നപ്പോഴും ആ ശരീരം ഉപേക്ഷിച്ച് പരബ്രഹ്മ സ്വരൂപനായി നിലനിൽക്കുമ്പോഴും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സർവജ്ഞൻ എന്ന് പറയുമ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തിലുള്ള അറിവാണ്. അതായത് എല്ലാ അറിവുകളും വന്ന് ചേരുന്നത്, എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ പരമ്പൊരുൾ എന്നുള്ള അറിവിലാണ്. ഇവിടെ എല്ലാം പരമ്പൊരുൾ മാത്രമാണ് ഉള്ളത്. അതിൻ്റെ തന്നെ രൂപങ്ങളാണ്, നാമങ്ങളാണ് ഈ ചുറ്റുപാടുമുള്ളത് എന്നുള്ള തിരിച്ചറിവ്. അതൊരു തിയറി, ഒരു സിദ്ധാന്തം മാത്രമായിട്ടല്ല, പ്രാക്ടിക്കലായിട്ട് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുമ്പോൾ ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുമ്പോൾ അതിന് ഗുരു മലയാളത്തിലേക്ക് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്നൊക്കെ വളരെ ലളിതമായിട്ട് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ജീവജാലങ്ങളുടെയും, മനുഷ്യരുടെ മാത്രമല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് ഈ ഒരു ചൈതന്യമാണ് എന്നുള്ള അറിവ് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും, അന്നേത് ശോകം, ഏത് മോഹം, ഏകത്വ ദൃക്കിന് എന്ന് ഗുരു പറയുന്നതും ഈ ഒരു സർവജ്ഞ ഭാവത്തിലാണ്. അങ്ങനെ ഒരു അറിവ് ഉള്ള ആൾക്ക് മാത്രമേ ഇവിടെ ഭേദവ്യത്യാസമില്ലാതെ എല്ലാത്തിനെയും ഒരേപോലെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആണ് നമ്മുടെ ദൗത്യം. ഇപ്പോൾ ഗുരു അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ നമ്മളുടെ ഈ ഓരോ കർമ്മ ബന്ധങ്ങളും, അതുപോലെ തന്നെ ചെറിയ പ്രായം തുടങ്ങിയുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും മുൻവിധികളില്ലാതെ ഉള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിൻ്റെ അഭാവവും ഒക്കെ ഇങ്ങനൊരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മളെ നയിക്കാതെ പോവുകയാണ്. മതത്തിൻ്റെയും അതുപോലെ വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അങ്ങനെ പല പല പേരുകൾ പറഞ്ഞ് നമ്മളുടെ അറിവുകളെ നമ്മൾ പരിമിതപ്പെടുത്തി കളയുകയാണ്. നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ സർവജ്ഞത്വം എന്ന് പറയുമ്പോൾ ഇവിടെ ഗുരുവിനെ നമ്മൾ ഈ സാക്ഷാത്കാരം നേടിയ ഇതിനെല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് ഇനി ഭാവിയെക്കുറിച്ചും അതുപോലെ ഭൂതത്തെക്കുറിച്ചും ഒക്കെ 3 കാലങ്ങളെയും കുറിച്ചും അറിയാവുന്ന ആ ഒരു അറിവ് കൂടി ഉള്ളവരാണ്. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാം. അതുകൊണ്ട് ഗുരുവിൽ നിന്ന് നമുക്കൊന്നും തന്നെ മറച്ച് വയ്ക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പം ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇനിയോ ഓം സർവശക്തായ നമഃ. ശക്തി, എല്ലാ ശക്തിയും ഉള്ളവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പം ഇവിടെ ശക്തി
നമുക്ക് പല രീതിയിലുണ്ട് അല്ലേ? ജ്ഞാനത്തിൻ്റെ ശക്തിയുണ്ട്, അതുപോലെ ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്. അപ്പം ഈ മൂന്നും കൂടിയത് അല്ലേ? എല്ലാ രീതിയിലും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇതെല്ലാം കൂടിച്ചേർന്ന ആ ഒരു ആൾക്കായിക്കൊണ്ട്, അതാണ് സർവശക്തായ നമഃ എന്ന് പറയുന്നത്. അതുകൂടാതെ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ ഈ ശക്തിയിൽ വരുന്നതാണ്. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങൾ കാണിക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾ അതിൽ മയങ്ങി ഒത്തുകൂടി പോകുന്നത്. നമുക്ക് ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, എന്തെങ്കിലും കുറച്ച് അമാനുഷികമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങളുള്ള ആളുകളുടെ അടുത്തേക്ക് ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടുന്ന കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മളെല്ലാവരും ഒരുപാട് ദുഃഖവും ടെൻഷനും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാനായിട്ട് എങ്ങനെ സാധിക്കുമെന്നുള്ള ചിന്ത വളരെ ശക്തമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ സിദ്ധികളുള്ള ആളുകൾ ഉണ്ടെന്നറിയുമ്പോൾ നമ്മൾ അവരെ പോയി കണ്ട്, എൻ്റെ വരും കാലങ്ങൾ, എൻ്റെ ഈ പ്രശ്നങ്ങൾ എപ്പോൾ തീരും എന്നുള്ളതിനൊരു പരിഹാരം വേണം. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി, നമുക്കറിയപ്പെടുന്ന നിരീശ്വരവാദികൾ ഉൾപ്പെടെ ഇങ്ങനെയുള്ള പല സങ്കേതങ്ങളിലും പോവുകയും അതിനുള്ള ചില സ്ഥലത്ത് അതിന് പരിഹാരം കിട്ടുകയും ചെയ്യും, ചില സ്ഥലത്ത് ഇതൊന്നും ഉണ്ടാവില്ല, പറ്റിക്കപ്പെടും. അപ്പോൾ വലിയ യുക്തിവാദികളും നിരീശ്വരവാദികൾ ഉൾപ്പെടെ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സാധാരണക്കാരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുടുക്കുകളിലൊക്കെ പോയി പെടും. അതൊരു വലിയൊരു മായാ ലോകമാണ്. കുറച്ച് സിദ്ധി ഉണ്ടാകും, പിന്നീട് അതിൻ്റെ പേരിൽ ഒരുപാട് ചതികൾ. അത് ആധ്യാത്മിക ലോകത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്, ആധ്യാത്മികതയുടെ പേരിൽ. അപ്പോൾ സിദ്ധികൾ കുറച്ച് ദിവസം നമ്മൾ നന്നായിട്ട് ജപിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ സിദ്ധികൾ, ചിലർ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങ് അറ്റം വരെ, പക്ഷേ അത് നല്ലൊരു ഗുരുവിൻ്റെ നിർദ്ദേശത്തോടു കൂടി പോകുന്നവരായിരിക്കാം. അവർ വളരെ ജെന്യുവനായിട്ട് സത്യസന്ധമായിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ ദേവതാ ഉപാസന ഒക്കെ നടത്തിയിട്ട് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഗുരുവിനെ ഉപാസന നടത്തിയിട്ട് ചിലർക്ക് സിദ്ധി കിട്ടിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഒരു പരിധി വരെ അങ്ങനെയായിരിക്കും. ഇപ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത, അതിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ സർവശക്തായ നമഃ എന്ന് പറയുമ്പോൾ ഈ പരിപൂർണമായിട്ടുള്ള ശക്തിയെ സ്വയം നിയന്ത്രണത്തിൽ കൊണ്ടുപോകുവാൻ കെൽപ്പുള്ള ആയിരിക്കണം. ഗുരുവിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഗുരു പൊതുജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയോടുകൂടിയാണ്. അവിടെയും ഗുരു ആദ്യം വലിയൊരു സിദ്ധി, ഒരു ശക്തി വിശേഷം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് അത്ര വലിയൊരു അത്ഭുതകരമായിട്ട് ആദ്യം തോന്നില്ല. പിന്നീടാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ആ നെയ്യാറിൽ, ശങ്കരൻകുഴിയിൽ ഗുരു മുങ്ങി എത്രയോ സമയം, മണിക്കൂറുകൾ മുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയോ സമയം മുങ്ങിക്കിടക്കുക എന്നുള്ളത് സാധാരണ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പ്രാണായാമാദികളൊക്കെ ശീലിച്ചതിൻ്റെയും
അതുപോലെ തന്നെ ഈ പ്രപഞ്ച ശക്തിയെ തന്നെ വരുതിയിൽ നിർത്തുവാനായിട്ട് കെൽപ്പുള്ള ആളാണ്. അതായത് പരബ്രഹ്മ സ്വരൂപനാണ്. ആ പരബ്രഹ്മത്തിൻ്റെ ശക്തിയും നിയന്ത്രണവും ഒക്കെ കൊണ്ടാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത് ഇവിടെ. അങ്ങനെ അവിടെ നിന്നെടുത്ത ആ ശിവലിംഗമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള. പക്ഷേ നമ്മുടെ യുക്തിവാദികളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ അതൊരു വെറുമൊരു ശിലാഖണ്ഡം എന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. ശില തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ഒരു ശില്പി കൊത്തിയെടുത്താൽ പോലും ഇത്രയും മനോഹരമായ, ഇത്രയും ലക്ഷണമൊത്ത ഒരു ശിവലിംഗം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്ത് തന്നെ ഇങ്ങനെ ലക്ഷണമൊത്ത ശിവലിംഗം ഇനി ഒന്നുകൂടിയുള്ളൂ. അപ്പം അത്ര മനോഹരമായിട്ടുള്ള ലക്ഷണമൊത്ത ഒരു ശിവലിംഗം ആ ശങ്കരൻകുഴിയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അത് മുങ്ങിയെടുക്കുകയും മുങ്ങി എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു പാറയെ പീഠമായി സങ്കല്പിക്കുകയും ആ പാറയിൽ, ആ പീഠത്തിൽ ആണ് ഗുരു ഈ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ നടന്ന ഒരു അമാനുഷികമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശിവലിംഗവും ആ പീഠവും തമ്മിൽ ഉരുകി ചേർന്നിരിക്കുക. നമ്മൾ ഈ ലോഹങ്ങൾ ഉരുക്കുന്ന പോലെ ഈ ശിലയെ എങ്ങനെയാണ് സങ്കല്പശക്തി ഉപയോഗിച്ച് ഉരുക്കുവാനായിട്ട് സാധിക്കുന്നത്. 132 വർഷങ്ങൾ പിന്നിട്ടിട്ടും അവിടെ വീണ്ടും ഒരു പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇതാരും ഒളിച്ചു വച്ചിട്ടുള്ള കാര്യമല്ല, രഹസ്യമല്ല. തന്ത്രശാസ്ത്രത്തിനും അതുപോലെ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തുന്ന ഒരുപാട് തന്ത്രിമാരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഇപ്പോഴും അത്ഭുതം നൽകുന്ന ഒന്ന്, അവിടെ പ്രതിഷ്ഠയ്ക്ക് സമയം കുറിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ സമയം കണ്ടെത്തി ആ സമയത്ത് പ്രതിഷ്ഠിക്കാം. അപ്പം അങ്ങനെയൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഗുരുവിനറിയാം. ആ മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു ശിലയെ പ്രതിഷ്ഠിക്കുമ്പോൾ സാധാരണ അഷ്ടബന്ധമിട്ടാണ് വിഗ്രഹം ഉറപ്പിക്കുന്നത്. അതൊരു പശയാണ്. ഇതൊന്നുമില്ലാതെ ഈ രീതിയിൽ ശിവലിംഗത്തെ ഈ പീഠത്തിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അതും 132 വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു ചലനവുമില്ലാതെ അതങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, സർവശക്തൻ എന്ന് പറയും, ആ അങ്ങനെയുള്ള സർവശക്തായ നമഃ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ എത്രയോ ഗുരുവിന് അത് ചേരുന്ന ഒരു പദമാണ്. മറ്റാർക്കും ചേരുന്നില്ല. ഇങ്ങനൊരു അമാനുഷികമായിട്ടുള്ളൊരു പ്രവൃത്തി അതുവരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു അത്ഭുതം പരസ്യമായിട്ട് കാട്ടിയിട്ടും അത് അന്ന് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് മനസ്സിലാകാതെ വരികയും ഇന്നും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ പോവുകയും ഒക്കെ ചെയ്യുന്നത് വലിയൊരു നഷ്ടമാണ്. അത് അരിയുപ്പുറത്തെ ഒരു ചെറിയ ശിവലിംഗമാണ് എങ്കിൽ കണ്ണൂരും തലശ്ശേരിയും അതുപോലെ കോഴിക്കോടും ശിവലിംഗം പ്രതിഷ്ഠിച്ചപ്പോൾ അത് വലിയ ശിവലിംഗമായിരുന്നു. ഗുരു നടത്തിയിട്ടുള്ള ഈ പ്രതിഷ്ഠകളൊന്നും തന്നെ ഗുരുവിനെ സഹായിക്കാനായിട്ട്, ഈ ശിവലിംഗം പിടിച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഏത് വിഗ്രഹമാണെങ്കിലും പിടിച്ചു വെക്കാനായിട്ട് ആരെയും ഗുരു കൂട്ടുപിടിച്ചിട്ടില്ല. വലിയ ശിവലിംഗം 5ഉം 6ഉം പേര് പിടിച്ചാൽ പൊങ്ങുന്ന രീതിയിലുള്ള ശിവലിംഗങ്ങൾ
അതൊക്കെ ഗുരു ഒറ്റയ്ക്കാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, അതാരും കണ്ടിട്ടുമില്ല. ആ സമയത്ത് ആൾക്കാർക്ക് അത് കാണാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ അവർ കാണും. ഇതെങ്ങനെയാണ് ഈ ശക്തിവിശേഷം ഗുരുവിന് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വീണ്ടും അത്ഭുതങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഗുരു ഇതിലൊന്നും പിടിതരാതെ, കാരണം നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്ഭുതങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ സർവശക്തൻ ഏത് ഇതിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ഗുരുവിൻ്റെ ആ ശക്തി വിശേഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത്രയും വിപ്ലവം ഇവിടെ നടത്തിയിട്ടും ഒരു തുള്ളി ചോര ചിന്താതെ, ആരുടെയും അടുത്ത് പോകാതെ, അവരെ അടിയറ വെക്കാതെ, മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ എന്തൊരു വിപ്ലവമാണ് ഗുരു നടത്തിയത്. ആരുടെ മുന്നിലും തലകുനിക്കാതെ, സ്വന്തം കാലിൽ സ്വന്തം നട്ടെല്ലിൽ നിവർന്നു നിൽക്കണമെന്ന് ഗുരു ഈ മനുഷ്യ രാശിയോട് ആഹ്വാനം ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും മറ്റു പലതിനും വേണ്ടി നമ്മൾ നടത്തുന്ന സമരങ്ങളൊക്കെ നോക്കുമ്പോൾ എത്രയോ ബാലിശമാണ്, എത്രയോ വിവേകശൂന്യമാണ് ഇന്നത്തെ സമരമുറകൾ. നമ്മുടെ പൊതുമുതൽ നശിപ്പിച്ചിട്ട്, കാരണം നമ്മുടെ തന്നെ പണം നശിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് നടക്കുന്നത്. മറ്റുള്ളവരെ എത്രയോ ബുദ്ധിമുട്ടിക്കുന്നു. ഹർത്താലുകളായാലും ശരി, മറ്റേത് കാര്യങ്ങൾ നോക്കുമ്പോഴും. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നേരെ മറിച്ച് 1888 മനുഷ്യന് വഴി നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലത്ത് ഇങ്ങനെ ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് എത്രമാത്രം ശക്തി ആവശ്യമാണ്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഗുരുവിന് ഈ ശക്തി ലഭിച്ചത്? ആ ശക്തിക്ക് മുൻപിൽ വലിയ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ കടൽ ഇരമ്പി വന്നപ്പോഴും അക്ഷോഭ്യനായിട്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി മുട്ടുമടക്കി അയക്കുവാനുള്ള ആ ശക്തിവിശേഷം, അതൊരു സിദ്ധിവിശേഷമെന്ന് നമുക്ക് പറയാം. അത്രമാത്രം ഈ പ്രപഞ്ചത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടാണ് മുന്നോട്ട് ഗുരു ഗമിച്ചത്. അതുപോലെ തന്നെയാണ് അരുവിപ്പുറത്തെ സ്കൂൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ വടക്കേ സൈഡിലെ കെട്ടിടം പണിയുമ്പോൾ ഏതോ ഒരു ഭിത്തി അല്പം ചാഞ്ഞു എന്നാണ് പറയുന്നത്, ചരിഞ്ഞു. ഗുരു കൈ ഉയർത്തി, അതോടുകൂടി ആ ഭിത്തി പൂർവ്വസ്ഥാനത്ത് നിന്നു എന്നാണ്. അങ്ങനെ ഏതിനെയും, ഈ പ്രപഞ്ചത്തിലുള്ള ഏതിനെയും വരുതിയിൽ നിർത്തുവാനുള്ള ശക്തിവിശേഷം. അതുകൊണ്ട് ഈ സർവശക്തൻ എന്ന് പറയുമ്പോൾ അത് കാട്ടിത്തന്നിട്ടുള്ള മഹാത്മാവാണ് ഗുരു. അതൊരു സാങ്കല്പികമല്ല. അങ്ങനെയുള്ള ഗുരുവിനെയാണ് പലരും മന്ത്രങ്ങൾ കൊണ്ട് ആവാഹിക്കുന്നതും ഗുരുവിന് ഗുളികൻ കൂടിയെന്നും ഗുരുവിൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ പാല് കൊണ്ടുവച്ച് പാല് കുടിച്ചെന്നും ഒക്കെ പറഞ്ഞ ആളുകൾ
ആക്ഷേപിക്കുന്നത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഗുരുവിനെ മുഹൂർത്തം നോക്കി ഈ പരബ്രഹ്മ സ്വരൂപനെ എങ്ങനെ പ്രതിഷ്ഠിക്കാൻ പറ്റും? ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതാണ് ആ സർവശക്തൻ. ആ സർവശക്തനെ അല്പപ്രാണികളായ നമ്മൾ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നത്? നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് പോലും യോജിക്കാത്ത കാര്യങ്ങളാണ്. ആ സർവശക്തനാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ വിദ്യ കൊണ്ട് വേണം സ്വതന്ത്രരാകാൻ. നിങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ അജ്ഞാനത്തെ മാറ്റി നിങ്ങളും സർവശക്തരാകുക. നിങ്ങളിൽ ആ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തിയെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ തിരിച്ച് അറിഞ്ഞ് കൃതകൃത്യരാകുക. അതിനു പകരം വീണ്ടും വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൂപ്പുകുത്തുന്നത് എന്തൊരു ബുദ്ധിശൂന്യതയാണ്. നമ്മുടെ തമസ് കൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഗുരു സമൂലമായിട്ടുള്ള പരിവർത്തനം വരുത്തിയത്. ഇവിടെ ശിവഗിരിയിൽ ശാരദയെ പ്രതിഷ്ഠിക്കുമ്പോൾ പരബ്രഹ്മ സ്വരൂപിണി എന്നുള്ള സങ്കല്പമാണ്. പ്രതിഷ്ഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഗുരു പറഞ്ഞു, ഇവിടെ നിവേദ്യം വേണ്ട, ഇവിടെ നിങ്ങൾ കർപ്പൂരം ആരാധിക്കണ്ട, ഇവിടെ അഭിഷേകങ്ങൾ വേണ്ട. എത്ര ഭംഗിയായി, എത്ര ശാസ്ത്രീയമായി ഈ വിദ്യയാണ് നമുക്ക് വേണ്ടത്, നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് വിദ്യയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഏറ്റവും ശുദ്ധമായി സൂക്ഷിക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് കർപ്പൂരം ആരാധിച്ചേ പറ്റുമെങ്കിൽ അതിനൊരു ഗ്ലാസ് ഡോറുണ്ട്. ആ ഗ്ലാസ് ഡോറ് അടച്ചിട്ടിട്ട് അതിന് പുറത്ത് നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ, കർപ്പൂര ആരാധന നടത്തിക്കൊള്ളൂ. എന്തുകൊണ്ടാണ്? ആ കർപ്പൂരത്തിൽ നിന്ന് ഉയരുന്ന കരി അതിനകത്ത് പറ്റിപ്പിടിച്ച് വീണ്ടും ഇരുണ്ടുപോകും. അപ്പോൾ ഇരുളടഞ്ഞ ക്ഷേത്രങ്ങൾ അല്ല നമുക്ക് വേണ്ടത്. ശാരദാമഠത്തിന് മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, 2 വാതിലും അതുപോലെ 6 ജനലുകളും. അങ്ങനെ കാറ്റും വെളിച്ചവും കയറുന്ന ഒന്നായിരിക്കണം ശ്രീകോവിൽ എന്ന് പറയുമ്പോൾ എത്രയോ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഈ ഭാരതത്തിൻ്റെ മഹർഷിമാരുടെ പാരമ്പര്യത്തെ, അത് ഏറ്റവും ഉത്കൃഷ്ടമായതാണ്, നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്, തമസിൽ നിന്ന് രജസിലേക്കും രജസിൽ നിന്ന് സത്വത്തിലേക്കും ഉയരുമ്പോഴാണ് നമുക്ക് ഈ ഒരു വിദ്യ കൊണ്ട് നമുക്ക് സ്വതന്ത്രരാകാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകുന്നു. അപ്പോൾ ആ തിരിച്ചറിവിലേക്കാണ് ഗുരു നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത്. അതുകൊണ്ട് സർവശക്തായ നമഃ എന്ന് നമ്മൾ ഗുരുവിനെ ആ മന്ത്രം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പുഷ്പമർച്ചിക്കുമ്പോൾ, അല്ലെങ്കിൽ അഥവാ നമ്മുടെ മനസ്സിനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഇങ്ങനെ ഗുരുവിൻ്റെ നാനാവിധമായിട്ടുള്ള, ഗുരു ഏതെല്ലാം രീതിയിലാണ് ആ ശക്തി നമ്മളിലേക്ക് പ്രവഹിപ്പിച്ചത്, ആ ശക്തിയെല്ലാം ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത ഒരാളെ പോലെ ഏറ്റവും ലളിതമായി സഞ്ചരിച്ച, അല്ലെ, നിറകുടം തുളുമ്പില്ല നമ്മൾ സാധാരണ പറയും. ഒരു ജാടയുമില്ലാതെ സാധാരണക്കാരൻ്റെ അടുത്തും അതുപോലെ പണ്ഡിതന്മാരിലും അവരുടെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ അവർക്ക് പോലും ഗുരു ഒരേപോലെ സ്വീകാര്യനായത്. പണമുള്ളവനും പണമില്ലാത്തവനും അതുപോലെ വിദ്യയുള്ളവനും വിദ്യയില്ലാത്തവനും അവരെല്ലാവരെയും സർവ്വലോക അനുരൂപായ, അവർക്കെല്ലാവർക്കും അനുരൂപനാണ് ഗുരു. എന്തുകൊണ്ടാണ്? ഈ സർവശക്തിത്വം. കാരണം എല്ലാവരിലും ആ രീതിയിൽ ഒരേപോലെ കാണുവാനുള്ള ശക്തിയും ഉൾക്കാഴ്ചയും വേണം. അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞി
ഇതിലല്ല നമ്മൾ ഗുരുവിനെ കാണേണ്ടത്. ഒരു ചെമ്പഴന്തിയിൽ ജനിച്ച് വളർന്ന ആ ഒരു നാണുമല്ല, മറിച്ച് പരബ്രഹ്മ സ്വരൂപനാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമാണ്. അങ്ങനെയുള്ള ആ ശക്തിവിശേഷത്തെ നമ്മൾക്കിവിടെ പരമഗുരുവായി ലഭിച്ചിരിക്കുകയാണ്. ആ ഗുരുവിൻ്റെ പരമ്പരയിൽ ജനിക്കുവാനും ഗുരു ഉപദേശിച്ച രീതിയിൽ നമുക്ക് ജീവിക്കുവാനും സാധിക്കുമെങ്കിൽ വാക്കുകൾ കൊണ്ടല്ല, ആ രീതിയിലേക്ക് ഒരു പരിവർത്തനം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ മന്ത്രങ്ങളിലൂടെ, മന്ത്രം നമ്മൾ മുൻപ് പറഞ്ഞു, ഈ മന്ത്രമൊക്കെ പഠിക്കുമ്പോൾ, ചൊല്ലുമ്പോൾ, നമ്മൾ സാധനയായിട്ട് ചെയ്യുമ്പോൾ നമ്മളിൽ കിടക്കുന്ന, ഈ മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റണം. അതൊരു യാന്ത്രികമല്ല. അതുകൊണ്ടാണ് മന്ത്രം അർത്ഥസഹിതം വേണം നമ്മൾ ചൊല്ലുവാൻ എന്ന് മഹർഷിമാർ പറയുന്നത്. ഇത് വെറുതെ ചൊല്ലി കളയേണ്ട ഒന്നുമല്ല. അതിനെ നമ്മളതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ ആണ് നമ്മുടെ മാലിന്യങ്ങൾ, നമ്മുടെ അകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ മാലിന്യങ്ങൾ എന്നേക്കുമായിട്ട് കഴുകിക്കളയുവാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ തെളിഞ്ഞ മനസ്സും തെളിഞ്ഞ ഹൃദയവും ഒക്കെ ആയി നമുക്ക് ഈ മനുഷ്യജന്മം കൃതകൃത്യമാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഏവർക്കും ഈ സർവശക്തനായ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ മന്ത്രം ഇവിടെ സമാപിപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.